ഊട്ടി വയനാട് വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. വിദ്യാർത്ഥികൾ വയനാട് കൽപ്പറ്റയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് കമൽ അവിടെ നൽകുന്ന വിവരം? കമൽ, കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എത്ര കുട്ടികളുണ്ട്? ഇവരുടെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, ഇതിൽ 4 പേർക്കാണ് സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത്. 54 കുട്ടികളാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 30 പേർക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ട്. ഏതാണ്ട് അത്രയും പേർ തന്നെ കൽപ്പറ്റയിലെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. പക്ഷേ 4 പേർക്കാണ് സാരമായ പ്രശ്നങ്ങൾ ഉള്ളത്. എല്ലാവർക്കും ഛർദി, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളാണുള്ളത്. ആദ്യ ദിവസം ഊട്ടിയിലും രണ്ടാമത്തെ ദിവസം വയനാട്ടിലുമായിരുന്നു സന്ദർശനം. ആദ്യ ദിവസം 3 നേരവും ഊട്ടിയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്ന് കുട്ടികൾ പറയുന്നു. രാത്രി ഊട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് വയനാട്ടിലേക്ക് എത്തിയത്. വയനാട്ടിലെത്തിയപ്പോൾ മുതൽ ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങി. ഊട്ടിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഭക്ഷണമാണ് അസ്വസ്ഥതകൾക്ക് കാരണം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താണെങ്കിലും ഇവരിലെ ഈ 54 പേരിൽ 30 പേർക്കും ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണല്ലോ അല്ലേ കമൽ? സന്ധ്യ, ഇതിൽ 4 പേർക്ക് കുറച്ച് സാരമായ ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഉള്ളതായി ആശുപത്രി അധികൃതർ പറയുന്നില്ല. പക്ഷേ ഈ 30 പേരിൽ 4 പേർക്ക് കുറച്ച് കൂടുതലാണ് അസ്വസ്ഥതകൾ എന്ന് മാത്രമേ ഉള്ളൂ. ശരി കമൽ. ഊട്ടി വയനാട് വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ വിഷബാധയേറ്റത്. 4 കുട്ടികളുടെ നില കുറച്ച് സാരമാണെന്ന് പറയപ്പെടുന്നുണ്ട്. കമലാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്ന് പ്രതികരണങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിലേക്ക്. രാവിലെ ദോശ ഇഡ്ഡലി ആയിരുന്നു, ഉച്ചയ്ക്ക് ബിരിയാണി, നൈറ്റ് ചപ്പാത്തി, റൈസ്, ചിക്കൻ ആയിരുന്നു. കഴിച്ചപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ കുറച്ച് കുട്ടികൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു, വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെ വയനാടായിരുന്നു സെക്കൻഡ് ഡേ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് എല്ലാവരുടെയും മോശം, വളരെ മോശമാണ് എല്ലാവരുടെയും കണ്ടീഷൻ.